നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് 8 മൊബൈൽ ഫോണുകൾ കൂടി കണ്ടെത്തി. ജയിലുകളിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി. സർക്കാർ നീക്കം മനുഷ്യാവകാശ ലംഘനമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പിണറായി വിജയൻ. ജയിൽ സന്ദർശനത്തിൽ നിയമലംഘനമില്ലെന്ന് കെ ലതിക. എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെ കാസർഗോഡ് കരിന്തളത്ത് സ്വകാര്യ വ്യക്തികൾക്കും ബോക്സൈറ്റ് ഖനനത്തിന് അനുമതി നൽകി. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. അനുമതി നൽകിയതിൽ ക്രമക്കേടില്ലെന്ന് എളമരം കരീം. കടലാടിപ്പാറയിലെ ഖനനാനുമതി റദ്ദാക്കണമെന്ന് രമേശ് ചെന്നിത്തല. പ്രാഥമിക പരീക്ഷ മുതൽ വെവ്വേറെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം പഴയ ലിസ്റ്റുകളിലും നടപ്പാക്കാൻ PSC നീക്കം. പുതിയ നിർദ്ദേശം പിന്നാക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് ആശങ്ക. ഡൽഹിയിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതിപക്ഷത്തിരിക്കുമെന്ന് BJP. ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കാമെന്ന് കോൺഗ്രസ്. ആരുടെയും പിന്തുണ സ്വീകരിക്കില്ലെന്നും ആർക്കും പിന്തുണ നൽകില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ. നെൽസൺ മണ്ടേലയ്ക്ക് ലോകത്തിന്റെ ആദരം. അനുസ്മരണ സംഗമത്തിന് ലോക നേതാക്കൾ ജോഹാനസ്ബർഗിൽ. മാനവരാശിക്ക് പ്രചോദനമായ ജീവിതമാണ് മണ്ടേലയുടേതെന്ന് പ്രണബ് മുഖർജി. പ്രാഥമിക പരീക്ഷ മുതൽ വെവ്വേറെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനുള്ള PSCയുടെ തീരുമാനം മുൻപ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിലും നടപ്പാക്കാൻ നീക്കം. SI, വീഡിയോ തുടങ്ങിയ ലിസ്റ്റുകളിൽ അനർഹർ കയറിക്കൂടിയെന്ന് PSC അംഗങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ പറയുന്നു. ഡെപ്യൂട്ടി കളക്ടർ ലിസ്റ്റിലേതുപോലെ ഇവയും പരിഷ്കരിക്കണമെന്നാണ് ആവശ്യം. ഇത് നടപ്പായാൽ നൂറുകണക്കിന് പിന്നാക്ക വിഭാഗക്കാർ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പുറത്താവും. പ്രാഥമിക പരീക്ഷയും വിവരണ പരീക്ഷയും രണ്ടായി നടക്കുന്ന ടെസ്റ്റുകളിൽ 2 പരീക്ഷയ്ക്കും ശേഷമാണ് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും രണ്ടായി പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഏകീകൃത ലിസ്റ്റിൽ സപ്ലിമെന്ററിയിൽ ഉൾപ്പെട്ടാലും രണ്ടാമത്തെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിലവിലെ അവസ്ഥയിൽ കഴിയും. ഇങ്ങനെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 13 ഉദ്യോഗാർത്ഥികളെ ഡെപ്യൂട്ടി കളക്ടർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് ആദ്യ പരീക്ഷ കഴിയുമ്പോൾ തന്നെ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും രണ്ടായി പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചു. എന്നാൽ പഴയ രീതി അവലംബിച്ച് തയ്യാറാക്കിയ SI ലിസ്റ്റിൽ അനർഹർ കടന്നുകൂടിയെന്ന വിലയിരുത്തൽ നടത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പുറത്താക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ കമ്മീഷൻ യോഗത്തിൽ അംഗങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ SI ലിസ്റ്റിൽ ക്രമവിരുദ്ധമായി 267 പേർ ഉൾപ്പെട്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. BDO ഉൾപ്പെടെ 8 ലിസ്റ്റുകൾ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 പരീക്ഷയുള്ള ടെസ്റ്റുകളിൽ ആദ്യ ടെസ്റ്റിന് ശേഷം ഏകീകൃത ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നത് PSCയുടെ തന്നെ രീതിയായിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പുറത്താക്കാനുള്ള നീക്കം നിയമപ്രശ്നങ്ങളുണ്ടാക്കും. PSCയുടെ നീക്കം നടപ്പായാൽ നൂറുകണക്കിന് പിന്നാക്കക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താകും. കൂടാതെ 2 പരീക്ഷയുള്ള തസ്തികകളിൽ വിഷയത്തിലെ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന വിവരണ പരീക്ഷയ്ക്ക് പകരം OMRനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ മുഖ്യ മാനദണ്ഡമാക്കുന്നതും വിമർശന വിധേയമാകും. മീഡിയ വൺ, തിരുവനന്തപുരം. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ന്യൂസ് ഫ്ലോറിൽ അബ്ദുൽ ഹമീദ് PSC മുൻ അംഗം, ഒപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് KP സലാഹുദ്ദീൻ PSC മുൻ ചെയർമാൻ, MR സുബേഷ് ആക്ഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ഒപ്പം മാധ്യമപ്രവർത്തകനായ E ബഷീറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സുദേശിലേക്ക്. ശ്രീ സുദേശ്, ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കകൾ അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രസക്തമാവുന്നത്? അങ്ങനെ പിന്നോക്കക്കാർക്ക് ആശങ്കപ്പെടേണ്ട ഒന്നാണോ ഇത്? എങ്ങനെയാണ് പിന്നോക്കക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് ഈ പുതിയ മാനദണ്ഡങ്ങൾ? ഇത് പിന്നോക്കക്കാർക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് PSC വരുത്തിയിരിക്കുന്നത്. ഈ കേരളത്തിൽ പൊതുവിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് മെറിറ്റ് നിയമനങ്ങൾ. സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ MR സുദേശ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അബ്ദുൽ ഹമീദ്, അത് താങ്കളും അങ്ങനെ തന്നെ കരുതുന്നുണ്ടോ? മിസ്റ്റർ സുദേശ് പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്ക് വിഷയത്തിലുള്ളത്. സത്യത്തിൽ നമ്മൾ ആദ്യം നടത്തുന്നത് അത് ശരിക്കും ഒരു പ്രിലിമിനറി ടെസ്റ്റാണ്, അതല്ല മെയിൻ ടെസ്റ്റ്. അത് ഇപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഡെപ്യൂട്ടി കളക്ടറുടെ ഈ ടെസ്റ്റ് തന്നെ 100 മാർക്കിൻ്റെ OMR ടെസ്റ്റാണ് നടത്തിയത്. മറ്റേ ഡിസ്ക്രിപ്റ്റീവ് 200 മാർക്കിൻ്റെ നടത്തി. 200 മാർക്കിന് മറ്റേത് OMR നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്പോൾ തന്നെ വാല്യൂ സെക്കൻഡ് വെച്ച് വാല്യുവേഷൻ നടക്കുകയാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ്, ചിലതൊക്കെ ഡബിൾ വാല്യുവേഷൻ വരെ നടത്തുന്നുണ്ട് PSCയിലെ കാര്യത്തിൽ. അത്ര സത്യത്തിൽ അതാണ് മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൺലി ആൻ ഓപ്പനിങ്. മറ്റേത് നമ്മളൊരു ടെസ്റ്റല്ല, ഒരു സ്ക്രീനിങ് ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കളികളിലൊക്കെ ഉണ്ടല്ലോ, ഒരു 100 ആൾ മത്സരിക്കാനുണ്ടെങ്കിൽ നമ്മൾ 100 ആളുകൾ ഒന്നായിട്ട് ഓടിക്കില്ല. 5 ആൾ 10 ആൾ ഓടിക്കും. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ ആൾ എടുക്കും. രണ്ടാമത് ട്രിപ്പ് അവരും 3 ആൾ എടുക്കും. ചിലപ്പോൾ പിന്നീട് ഫൈനൽ നടക്കുന്ന മത്സരത്തിൽ അവസാനം തേർഡ് കിട്ടും, ചിലപ്പോൾ ഫസ്റ്റായി വരും.
അതുപോലെ ഉള്ളൊരു അവസരം ഒരു 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 പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു അവസരം മാത്രമാണത്. അല്ലാതെ അതൊരു പിന്നെ അത് നമ്മൾ ഒഴിവാക്കുന്നതോടുകൂടി റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് അത് വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കും. ശ്രീ സുദേശ്, കേൾക്കാമെങ്കിൽ ഇത് തന്നെയാണോ താങ്കളുടെയും വാദം? ശ്രീ സുദേശ്, ക്ഷമിക്കണം, തിരിച്ചു വരാം. ശ്രീ KP സലാഹുദ്ദീൻ, മുൻ ചെയർമാൻ PSC ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ശ്രീ സലാഹുദ്ദീൻ, ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ക്ഷമിക്കണം, പോകാൻ കഴിയുന്നില്ല. ഇത് ശ്രീ അബ്ദുൽ ഹമീദ്, ആദ്യം ഒരു ടെസ്റ്റ് നടത്തുന്നു. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഇതിൻ്റെ ഒരു മാനദണ്ഡമേ ആയി കണക്കാക്കുന്നില്ല PSC. ഡിസ്ക്രിപ്റ്റീവാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി. അതിൽ ഒരു ആദ്യം വന്ന ഒരു വലിയ സംഘത്തെ ഒരു അരിച്ചെടുക്കൽ പ്രക്രിയയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. കുറേ പേരെ ഒഴിവാക്കലാണ്. അതെ, ആ നിലയ്ക്ക് ഈ പരീക്ഷകൾക്ക്, മേൽപ്പറഞ്ഞ പരീക്ഷകൾക്ക് അത്തരം ഒരു മാനദണ്ഡം സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ചോദ്യം മനസ്സിലായില്ല. ഇപ്പോൾ ഈ പുതിയ മാനദണ്ഡം പ്രശ്നമല്ല എന്നാണോ താങ്കൾ വാദിക്കുന്നത്? അതോ പുതിയ മാനദണ്ഡം വരുമ്പോൾ ഇവരെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ലിസ്റ്റിൽ നിന്ന് കുറച്ച് ആളുകൾ മാറ്റിയല്ലോ, അത് തെറ്റായ അത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ മാറ്റുന്നു എന്ന് പറയുന്ന ആ മാനദണ്ഡത്തെ താങ്കൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നടത്തുന്നത്, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് നടത്തിയത് ആണല്ലോ ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള ടെസ്റ്റായിട്ട് കണക്കാക്കേണ്ടത്. ആദ്യത്തെ സ്ക്രീനിങ് ടെസ്റ്റാണ്. സ്ക്രീനിങ് ടെസ്റ്റിൽ നമ്മൾ ഒരു സെലക്ഷൻ, അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ റിസർവേഷൻ, ഇറ്റ് ഇസ് ഓൺലി അക്കോമഡേഷൻ. അതിന് അക്കോമഡേഷനാണത്. അത് റിസർവേഷൻ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന റിസർവേഷൻ എന്നുള്ളത്. അത് നമ്മുടെ റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു അക്കോമഡേഷൻ മാത്രമാണ്. പിന്നീട് അത് 200 മാർക്കിൻ്റെ ടെസ്റ്റാണ് നടത്തുന്നത്. അതിൽ നമുക്ക് പിന്നെ അതിലിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളെ ഈ IASൽ 7th റാങ്ക് കിട്ടിയ കുട്ടിയേക്കാളേറെ മാർക്ക് ഈ മെയിൻ ലിസ്റ്റിൽ കുട്ടി ഇപ്പം സപ്ലിമെൻ്റ് ലിസ്റ്റിൽ പുറത്തായിട്ടുണ്ട്. അപ്പം ഈ 7th റാങ്ക് IAS ഞാൻ മനസ്സിലാക്കുന്നത് 7th റാങ്ക് കിട്ടിയ IAS ആ പെൺകുട്ടിക്ക് കിട്ടിയ മാർക്കിനേക്കാളേറെ മാർക്ക് കിട്ടിയിട്ട് ആൾ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾ ഈ പുതിയ നിയമം കൊണ്ട് അദ്ദേഹം സപ്ലിമെൻ്റ് ലിസ്റ്റിലേക്ക് പോയി. അപ്പോൾ ശ്രീ ബഷീർ, താങ്കൾക്ക് കേൾക്കാമല്ലോ, താങ്കൾ ഈ ചർച്ച കേൾക്കുന്നുണ്ടായിരിക്കും. ശ്രീ ബഷീർ, പിന്നോക്കക്കാർക്ക് അവസരങ്ങൾ ഇതുമൂലം നഷ്ടമാകുന്നു എന്നതാണ് വാദം. അതെ, തീർച്ചയായിട്ടും പിന്നോക്കക്കാർക്ക് അവർക്ക് അർഹമായിട്ട് കിട്ടേണ്ട നിരവധി അവസരങ്ങൾ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ കൂടി ഓപ്പൺ കോട്ടയിലൂടെ പിന്നോക്കക്കാർ കടന്നു വരേണ്ട അവസരം വൻതോതിൽ കുറയ്ക്കുന്നതിന് കാരണമാകും. സംവരണത്തിൽ കിട്ടേണ്ട വിഹിതം കിട്ടും, അതിൽ മാറ്റം വരുന്നില്ല. പക്ഷേ പിന്നോക്കക്കാർ ഓപ്പൺ കോട്ട വഴി വരേണ്ട സാധ്യതകൾ ഇത് കുറയ്ക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ബഷീർ, അതൊന്നുകൂടി വിശദീകരിക്കാമോ? അതായത് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ലിസ്റ്റിൽ ഓപ്പൺ കോട്ട വഴി നിയമനം ലഭിക്കുമായിരുന്ന, ഓപ്പൺ കോട്ട വഴി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മെറിറ്റിൽ കടന്നുകൂടുമായിരുന്ന 13 പേരെ അന്തിമ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി അവരെ സപ്ലിമെന്ററിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. സാധാരണ PSC കഴിഞ്ഞ 7 വർഷമായിട്ട് സ്വീകരിച്ചു വരുന്ന നിയമന രീതി അനുസരിച്ച് 2 പരീക്ഷകൾ, എഴുത്ത് പരീക്ഷകൾ ഉള്ള ടെസ്റ്റുകളിൽ പ്രാഥമിക പരീക്ഷ OMR ടെസ്റ്റ് നടത്തി അത് വിവരണാത്മക പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്നവരുടെ ഒരു പ്രാഥമിക ലിസ്റ്റ്, അതിൽ പിന്നോക്ക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ സമുദായങ്ങളുടെ ഒരു പ്രാതിനിധ്യം അതിൽ ഉൾപ്പെടുത്താറുണ്ട്. എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു യൂണിഫൈഡ് ലിസ്റ്റ് ഇറക്കുകയും പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ വിവരണാത്മക പരീക്ഷ നടത്തി അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിനുള്ള മെറിറ്റ് ലിസ്റ്റും സംവരണ ലിസ്റ്റും ഇടുകയാണ് PSC ചെയ്തു വരുന്നത്. കഴിഞ്ഞ നിരവധി 8ഓളം ലിസ്റ്റുകൾ ഇത്തരത്തിൽ PSC പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ തികച്ചും ധൃതി പിടിച്ചുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടർ ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റ്, രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ലിസ്റ്റ് ഇറക്കിയപ്പോൾ വളരെ ധൃതി പിടിച്ചുകൊണ്ട് PSC ഈ സംവരണം ആദ്യ പരീക്ഷയിൽ സംവരണ വിഹിതം
വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 13 പേരെ പുറത്താക്കുകയാണ് ചെയ്തത്. അവരെ യഥാർത്ഥത്തിൽ നല്ല മാർക്ക് റിട്ടേൺ ടെസ്റ്റിൽ നേടുകയും അവരെ ഓപ്പൺ കോട്ടയിൽ സംവരണത്തിലല്ലാതെ പിന്നോക്കക്കാർ കടന്നുകൂടുന്നതിന് അവസരമൊരുക്കുകയും ചെയ്യുമായിരുന്നു. ആ അവസരമാണ് ഇതിലൂടെ നഷ്ടമായത്. യെസ്, തിരിച്ചതാം. ശ്രീ ഹമീദ്, അത് എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക? നിലവിലുള്ള ഒരു ലിസ്റ്റിൽ അതിൽ പുതിയ മാനദണ്ഡം സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ PSC കാലാകാലങ്ങളായി അനുവർത്തിച്ച് വരുന്ന ഒരു നയമാണിത്. 2 പരീക്ഷകൾ നടത്തുന്നത്, ആദ്യം നടത്തുന്നത് ഒരു സ്ക്രീനിങ്, അത് മാർക്ക് പോലും എത്ര കിട്ടിയെന്ന് പോലും ആർക്കും അറിയില്ല. ഇത്ര ആളുകൾ എടുക്കുക എന്ന് തീരുമാനിക്കും. അതിന് നമ്മുടെ KSSR വന്ന ഭേദഗതി അനുസരിച്ച് 5 ഇരട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് വേണം. അപ്പോൾ സ്വാഭാവികമായും 5 ഇരട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിസർവേഷൻ കമ്മ്യൂണിറ്റി എടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഒരേ ടെസ്റ്റാണ് പിന്നെ നടത്തുന്നത്. ആ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കാണ് യഥാർത്ഥ മാർക്കായി നമ്മൾ കാലാകാലങ്ങളായിട്ട് പരിഗണിച്ചു വന്നത്. അതിലിപ്പം നമ്മൾ മെയിൻ ലിസ്റ്റിൽ അതേ സംഭവം സംഭവിക്കുന്നുണ്ടല്ലോ. മെയിൻ ലിസ്റ്റിൽ 500 പേരാണെങ്കിൽ 1ാം റാങ്കുകാരന് കിട്ടിയ മാർക്കും 500ാം നിൽക്കുന്ന മാർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. 2ാമത് നടക്കുന്ന ടെസ്റ്റിൽ ചിലപ്പോൾ 500 കിട്ടിയ ആൾ 2ലോ 3ലോ 1 വരും. അവർക്കും അവിടെ ആ മെയിൻ ലിസ്റ്റിൽ അതിലും ഇതുപോലെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളീ പറയുന്ന 500 സപ്ലിമെൻ്റ് എടുക്കുന്ന 501ാമത്തെ ആൾക്കും ഈ 500 കിട്ടിയ ആൾക്കും ചിലപ്പോൾ സെയിം മാർക്കും ആവും ചിലപ്പോൾ. കാരണം നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് PSCയിലില്ല. നമ്മൾ 500 ആളെടുക്കാൻ നോക്കും. 500 ആളെടുക്കുമ്പോൾ എത്തുന്ന മാർക്ക് എത്രയാണോ അതാണ് മാർക്ക്. കട്ട് ഓഫ് മാർക്ക് എത്ര 30 മാർക്ക് കിട്ടിയ എല്ലാ ആൾക്കാരും എടുക്കാമെന്നില്ല. അപ്പോൾ നമ്മൾ 500ാമത്തെ ആളെടുക്കുമ്പം എത്ര മാർക്ക് ഉണ്ടാവും എന്ന്. അപ്പം ചിലപ്പം നമ്മൾ 500ാമത്തെ ആളെടുക്കുന്ന അവസരത്തിൽ ഒരു മാർക്ക് ഒരു 50 മാർക്കാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ 50 മാർക്ക് എടുക്കുമ്പോൾ നമ്മൾ 600 ആളാകുന്നുണ്ട്. നമ്മൾ 600 ആളെടുക്കില്ല. നമ്മളതിൽ പിന്നെ അതിൽ ഏജ് കൂടിയ ആളുകൾ ആരെ നോക്കിയിട്ട് ഒരു 8-10 ആളുകൾ ആ രീതിയിൽ എടുക്കില്ല. 100 ആൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ 500 കിട്ടിയ മുഴുവൻ ആളുകൾ അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്ക് പോലും ചിലപ്പം മെയിനിലുള്ള ആളുകൾ മാർക്ക് ഉണ്ടായേക്കും. ചിലപ്പം ലാസ്റ്റിലെടുത്ത ആളുകൾ മാർക്ക് അത് മനസ്സിലായില്ല, ആ രീതി സംഭവിക്കും. ശ്രീ സുദേശ്, താങ്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? ഇതിൽ എങ്ങനെയാണ് പിന്നാക്കക്കാർ പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? നേരത്തെയുള്ള ലിസ്റ്റ് ഇത്തരം മാനദണ്ഡങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതായത് PSC അതുപോലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തുടങ്ങി നിരവധി തസ്തികകളിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ BDOമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ സംവിധാനങ്ങളിലെല്ലാം തന്നെ ഇതേമാതിരി പ്രിലിമിനറി ടെസ്റ്റും അതിനുശേഷമുള്ള വിവരണാത്മക പരീക്ഷയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് ഈ ലിസ്റ്റിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണ് ആദ്യമായി PSC ഈ ഒരു സമ്പ്രദായത്തിന് മാറ്റം വരുന്നത്. മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന SC ST OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മെറിറ്റിൽ നിയമനം കിട്ടുക എന്നുള്ളത് വളരെ അപൂർവങ്ങളായ സംഭവമാണ്. ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് ഇതിൽ ആകെ 5 ഒഴിവുകളുള്ളൂ എന്നാണ് അറിയുന്നത്. ഈ 5 ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ചില ആളുകളാണ് എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആളുകൾ മെറിറ്റിൽ പ്രവേശിക്കാതിരിക്കാൻ, അവർക്ക് നിയമനം കിട്ടാതിരിക്കാൻ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം പെട്ടെന്ന് ആരാലും അറിയാതെ വളരെ സൂത്രത്തിൽ ഇത്തരം ഒരു മാറ്റം എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം PSCയുടെ നിയമന രീതി പരിശോധിക്കുകയാണെങ്കിൽ 20 യൂണിറ്റ് സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് PSC നിയമനത്തിന്റെ ഫലമായിട്ട് SC ST OBCക്കാർ റിസർവേഷൻ സീറ്റുകളിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത്. നിരവധി പ്രാവശ്യം അത് സംബന്ധിച്ചുള്ള കോടതികളിലുള്ള കേസുകളും മറ്റും ഉണ്ടായിട്ടും PSCയുടെ ആ സമ്പ്രദായത്തിന് ഇതേവരെ മാറ്റം വന്നിട്ടില്ല. അപ്പൊ മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ പോലും ആളുകളെ മെറിറ്റിലേക്ക് നിയമിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നില്ല. ആ മെറിറ്റ് ലിസ്റ്റ്, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റിൽ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഏർപ്പാട് കൂടി ആദ്യമായിട്ട് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതകരവും പിന്നോക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആശങ്കാജനകമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. യെസ്, സുദേശ്, തിരിച്ചെത്താം. ശ്രീ അബ്ദുൽ ഹമീദ്, ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള ഒരു ഗൂഢാലോചന ആയി ഇതിനെ ആരോപിക്കാമോ? MR സുദേശ് പറഞ്ഞത് വളരെ ശരിയായി ഈ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 20ൻ്റെ യൂണിറ്റ് ആണ് PSC എടുക്കുന്നത്. ബീർ മസ്താൻ്റെ കേസിൽ നമ്മുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു ഒരു ആകെയുള്ള വേക്കൻസി ഒരു യൂണിറ്റാക്കി എടുക്കണമെന്ന്. അപ്പോൾ 1000 വേക്കൻസി ഉണ്ടെങ്കിൽ അതൊരു യൂണിറ്റാക്കി എടുക്കുകയും ആദ്യത്തെ 500 പേര് മെറിറ്റിൽ തന്നെ പോകണം. പിന്നെ ഉള്ള 500 എടുക്കാൻ പാടുന്നു. ഈ 20 ആക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പലപ്പോഴും റിസർവേഷൻ കമ്മ്യൂണിറ്റി, മിസ്റ്റർ സുധീഷ് സൂചിപ്പിച്ചതുപോലെ റിസർവേഷൻ കമ്മ്യൂണിറ്റികൾ തള്ളപ്പെടുകയും അവർക്ക് മെറിറ്റ് നഷ്ടപ്പെട്ട് അവർ എപ്പോഴും റിസർവേഷനിൽ മാത്രം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. റിസർവേഷൻ കമ്മ്യൂണിറ്റി ഒരിക്കലും മെറിറ്റിൽ വന്നുകൂടാ എന്ന
എന്നൊരു ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 33% വനിതകൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് 100% അവർക്ക് മത്സരിക്കാം. അതേപോലെ തന്നെയാണ് റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് നമ്മളെ ഓപ്പൺ കോമ്പറ്റീഷനിലും അവർക്ക് പോകാം. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന എന്ന രീതിയിലാണ് 20 ഉണ്ടാക്കിയ യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു എന്തോ ഒരു ദുരുദ്ദേശം അതിന് പിന്നിലുണ്ട്. 20 യൂണിറ്റ് തന്നെ ശരിക്കും PS അത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് ബീർ മസ്താൻ്റെ കേസിൽ ഒറ്റ യൂണിറ്റ് ആക്കി എടുക്കണം. വേക്കൻസി ഇവിടെ പറയുന്നത് ഡെപ്യൂട്ടി കളക്ടറുടെ ഈ തസ്തികയെ സംബന്ധിച്ച കാര്യങ്ങളിൽ 13 പേർ പുറത്തു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി എന്നതാണ്. അതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾ പിന്നെ ഇതിൽ അവിടെ ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളും അത് PSCയിൽ തന്നെ അത് നിയമിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആ രീതിയിലൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് PSC ഒരു ജുഡീഷ്യൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ആ നിലക്ക് ആ രീതിയിലുള്ളൊരു സാധാരണ PSCയുടെ കഴിഞ്ഞ കാല അനുഭവം വെച്ച് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാൻ വഴി. പക്ഷേ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില ആളുകൾക്കത് ഇത്തരത്തിലുള്ള ചില ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ആ രീതിയിലുള്ള ഒരു സങ്കുചിതമായ ചിന്താഗതി അങ്ങനത്തെ ഒരു ബോഡിയിൽ ഇരുന്നുകൊണ്ട് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. സുരേഷ്, അത്തരം ഒരു ഗൂഢാലോചന ആരോപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഹമീദിന്റെ വാദം. PSC വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസിയാണ്, അതായത് സ്വയംഭരണ സ്ഥാപനമാണ്. പക്ഷെ എങ്കിൽ പോലും കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ആ നിയമപ്രകാരമാണ് ഈ PSC നിയമനങ്ങൾ നടക്കുന്നത്. അതിലെ സംവരണം പാലിക്കുന്നത്, സീനിയോറിറ്റി കുറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആധാരമായ നിയമമാണത്. അത് സർക്കാരിന്റെ നിയമമാണ്. അതിൽ 14 മുതൽ 17 വരെയുള്ള നിയമങ്ങളാണ് സംവരണം പാലിക്കുന്നത് സംബന്ധിച്ച് പറയുന്നത്. ഈ നിയമങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് മാത്രമേ PSCക്ക് സ്വതന്ത്ര ഏജൻസി ആണെങ്കിൽ പോലും നിയമനങ്ങൾ നടത്താൻ അവകാശമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാളിതുവരെ തുടർന്നു വന്നിരുന്ന ഒരു രീതി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിന് ന്യായമായൊരു വിശദീകരണം PSCയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അത്തരമൊരു വിശദീകരണം വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നത്. മറുപടി ശരിക്കും കേസിൻ്റെ സാർ അനുസരിച്ച് റൂൾ 14 മുതൽ 14A-BC അത് ശരിക്കും പറഞ്ഞാൽ റിസർവേഷനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ശരിക്കും ആ റിസർവേഷൻ അതനുസരിച്ച് മാറ്റം തിരുത്തലുകൾ PSCക്ക് സ്വമേധയാ ചെയ്യാനുള്ള അധികാരമില്ല. അത് നമ്മുടെ റൂൾ അനുസരിച്ചാണ് PSC ചെയ്യേണ്ടത്. മിസ്റ്റർ സുരേഷ് പറഞ്ഞത് ആ ഭാഗം ശരിയാണത്. അതിലേക്ക് വരാം. ശ്രീ KV സലാഹുദ്ദീൻ, നേരത്തെ സുദേശ് പറയുന്നത് ഈ മാനദണ്ഡങ്ങളിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുന്നു, അതിൽ 13 പേർ പുറത്തു പോകേണ്ടി വരുന്നു, അത് പിന്നാക്ക സമുദായക്കാരാവുന്നു. ഇങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമമായി ഒരു ഗൂഢാലോചനയാണ് എന്ന രീതിയിൽ പോലും സംശയിക്കാവുന്ന രീതിയിലാണ് ഈ മാനദണ്ഡ മാറ്റം എന്നാണ് സുദേശിൻ്റെ വാദം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. അത് ഗൂഢാലോചനയാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, ഈ യൂണിഫൈഡ് ലിസ്റ്റ് എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഒന്നിലേറെ പരീക്ഷ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പരീക്ഷ ഒരു എലിമിനേഷൻ ടെസ്റ്റായിട്ടും അതിനുശേഷം രണ്ടാമത്തെ പരീക്ഷ റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ നിന്ന് രണ്ടാമത്തെ പരീക്ഷയിൽ ഇരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മെയിൻ ലിസ്റ്റും ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റും വേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു നിശ്ചിത മാർക്ക് മാത്രം നിശ്ചയിച്ചാൽ ആ നിശ്ചിത മാർക്കിനുള്ളിൽ പിന്നോക്ക സമുദായങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരാം. ഏതെങ്കിലും ചില കമ്മ്യൂണിറ്റീസെങ്കിലും, ചില വളരെ പിന്നോക്കമുള്ള ചില കമ്മ്യൂണിറ്റിയെങ്കിലും അതിൽ ഇല്ലാതെ വന്നാൽ ആവശ്യമായ എത്ര ഈ റിസർവേഷൻ കോട്ട ഫില്ല് ചെയ്യാനുള്ള ആളുകളെ കിട്ടാതെ വരും. അതുകൊണ്ട് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ഒരു നിശ്ചിത മാർക്ക് വെച്ചാലും അതിൻ്റെ താഴെയുള്ള ആളുകളെ സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകും. ഈ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ യൂണിഫൈഡ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററിയും കൂടി കൂട്ടിക്കലർത്തി അതാണ് യൂണിഫൈഡ് എന്ന് പറയുന്നത്, യൂണിഫൈഡ് ലിസ്റ്റ് ആക്കുക ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ടാമത് പരീക്ഷ നടത്തുമ്പോൾ ആ പരീക്ഷയിൽ നിന്ന് ഒരു മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ ചിലർ മെയിൻ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ആ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു രണ്ടാം അവസരം കിട്ടുന്നു എന്നുള്ളത് ഒരു അനീതിയാണെങ്കിൽ അനീതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രണ്ടവസരം അവർക്ക് കിട്ടും. അവിടെ പിന്നാക്കക്കാർക്ക് നഷ്ടമുണ്ടാകുന്നുണ്ടോ? അല്ല, അവിടെ പിന്നോക്കക്കാർക്ക് ലാഭം ഉണ്ടാകുന്നത് അവിടെ. പക്ഷേ ഇപ്പോൾ അത് ആ യൂണിഫൈഡ് ലിസ്റ്റ് എന്നുള്ള സമ്പ്രദായം മാറ്റുമ്പോൾ നഷ്ടം എന്ന് പറയാൻ വയ്യ, ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാവുന്നു. ശ്രീ ഇ ബഷീർ, അത് ഒരു നഷ്ടമല്ല, ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ നഷ്ടം തന്നെയല്ലേ? സലാഹുദ്ദീൻ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു വിഷയം,
ഈ ഇപ്പോഴുള്ള ഒരു സമ്പ്രദായം തുടർന്നിരുന്നെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന് രണ്ടാമത്തെ പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുന്നവർക്ക് ഓപ്പൺ കോട്ടയിൽ നിയമനം ലഭിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുന്നു. അത് പിന്നോക്കക്കാർക്ക് വലിയൊരു നഷ്ടമാണ്. പിന്നോക്കക്കാർ സംവരണത്തിലൂടെ മാത്രം അതിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഡെപ്യൂട്ടി കളക്ടർ പോലെ വളരെ പരിമിതമായ ഒഴിവുകൾ മാത്രമുള്ള, അതേസമയം വലിയ സാധ്യതയുള്ള പോസ്റ്റുകളിൽ അത്തരം സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, അങ്ങനെ വളരെ പ്രൊമോഷൻ സാധ്യതയുള്ള സുപ്രധാനമായ പോസ്റ്റുകളിൽ അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ സലാഹുദ്ദീൻ. അല്ല, പറഞ്ഞത് ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം അത് കുറയുമ്പോൾ അത് നഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നഷ്ടമാണ്. പക്ഷേ അവിടെ മറ്റ് 2 പരീക്ഷ ഇല്ലാത്ത കേസിൽ ഈ അവസരം കിട്ടുന്നില്ല, 1 മാത്രമേ കിട്ടുന്നുള്ളൂ. 2 പരീക്ഷ വരുമ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ സപ്ലിമെൻ്ററിയിൽ വന്നൊരാൾക്ക് വീണ്ടും മെയിൻ ലിസ്റ്റിൽ വരാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം, ഇത് വളരെ കാലമായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് എന്നാണ്. അത് എനിക്ക് തോന്നുന്നത് 2010 ശേഷം, 2011 ശേഷമാണ്. ഞാൻ അവിടുന്ന് 2011 പോയിരുന്നത്. അപ്പോൾ അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു വിധി ഉണ്ടെന്ന് പറയുന്നു. അത് കാരണം ഈ യൂണിഫൈഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു നിയമ തടസ്സം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ എനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല. ശ്രീ സുധേഷ്, അപ്പോൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം നഷ്ടമാകുന്നു എന്നത് മാറ്റി നിർത്തുമ്പോൾ ഒരു അവസരം കൂടി കിട്ടുന്നു എന്ന സാധ്യത കൂടി സലാഹുദ്ദീൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ നേരത്തെ നടന്ന ചർച്ചകളിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ടെസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള പരീക്ഷയാണ്. ആദ്യം ഒരു OMR ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ 100 മാർക്കിന്റെ പരീക്ഷയാണ്. അതിനുശേഷമാണ് വിവരണാത്മക പരീക്ഷ. വീഡിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ പോലെയുള്ള തസ്തികകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ 200 മാർക്കിന്റെ വിവരണാത്മക പരീക്ഷയാണ്. ആ പരീക്ഷയിൽ വളരെയധികം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളെ വരെയും ഈ ആദ്യത്തെ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മെയിൻ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ നാളുകളായിട്ട് PSC ഈ 2 കൂടി ചേർന്നുകൊണ്ട് അവർക്ക് മെയിൻ റാങ്ക് ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടാക്കുന്ന രീതി തുടർന്നു പോകുന്നത്. വളരെ പെട്ടെന്ന് ഇത് മാറ്റുന്നത്, യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും ഇല്ലാതെ ഇത് മാറ്റുന്നത് തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. അത് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവകാശത്തിനെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്, SC ST OBC വിഭാഗക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും സർക്കാർ നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ സലാഹുദ്ദീൻ, അപ്പോൾ എന്ത് ന്യായീകരണമാണ് ഉള്ളത് ഈ മാനദണ്ഡ മാറ്റത്തിൽ? അല്ല, മാനദണ്ഡം മാറ്റുമ്പോൾ ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം മാറ്റുമ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതൊക്കെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു ഒരു മാറ്റം വരുത്തുമ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമായിട്ടും PSC അത് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്ന ഒരവസ്ഥ വരും. ഒന്ന്, ഈ SI ടെസ്റ്റിലും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ടെസ്റ്റിലും അത് മാത്രമാണോ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് അത് മാത്രമാണ് എന്നല്ല. അതിൽ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുകയും അതേ അവസാനത്തെ മാർക്ക് കിട്ടിയ ആളുകളിൽ പ്രായത്തിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ചില സബ് ഇൻസ്പെക്ടറുടെ ലിസ്റ്റിൽ 49 മാർക്ക് കിട്ടിയവരിൽ കൂടുതലുള്ള ആളുകളെ മാത്രം നിർത്തുകയും കുറഞ്ഞവരെ പ്രായമനുസരിച്ച് എണ്ണം നിജപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയല്ല. കാരണം അങ്ങനെ വരുമ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാവരെയും പിന്നെ ആ മാർക്ക് കിട്ടിയ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട. അങ്ങനെ പല മറ്റും ചില സാങ്കേതിക പിഴവുകൾ കൂടി അതിലുണ്ട് എന്നും ആണ് പറയപ്പെടുന്നത്. നിലവിൽ ഒരു തസ്തികയിലേക്ക് കോൾ ഫോർ ചെയ്യുന്നു, അതിൽ ടെസ്റ്റ് നടക്കുന്നു. അന്നത്തെ മാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു മാനദണ്ഡം കൊണ്ടുവരുന്നതും ആ നിലയ്ക്ക് പ്രശ്നമല്ലേ? അതെ, അത് സാധാരണ നിലക്ക് ഒരു നിലവിലൊരു സമ്പ്രദായമുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത സെലക്ഷൻ മുതൽക്കാണ് നടപ്പാക്കേണ്ടത്. നിലവിൽ ലിസ്റ്റിലുള്ളവർക്ക് കോടതിയിൽ പോകാൻ കഴിയില്ലേ? അത് പുതിയ നിയമക്കുരുക്കിന് വഴിവെക്കില്ലേ? ഇപ്പോൾ തന്നെ നിയമക്കുരുക്കിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് മറ്റൊരു സ്റ്റേ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു തസ്തികകളിലേക്ക് കൂടി അത് ബാധിക്കില്ലേ? അത് ഇതെല്ലാ തസ്തികൾക്കും ബാധിക്കണം. 2 പരീക്ഷകളിലെ എല്ലാത്തിനും ഇത് ബാധിക്കേണ്ടി വരും. ഇത് ഇനി 2 പരീക്ഷകളിലെ എല്ലാ കാര്യങ്ങൾക്കും.
ഇപ്പോൾ തന്നെ ഇതിന് മുമ്പ് വളരെ കാലമായിട്ട് തന്നെ ഡ്രൈവർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, ഈ പ്രാക്ടിക്കൽ ടെസ്റ്റുള്ള പല തസ്തികകളിലും ഈ യൂണിഫൈഡ് ലിസ്റ്റാണ് ഉണ്ടാക്കി വരുന്നത് കാലാകാലങ്ങളിലായിട്ട്. അവിടെയൊക്കെ ഈ പ്രശ്നം വരും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾക്ക് OMR മാർക്ക് ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എന്നത് ഇതിൽ ഏതാണ് ശരി? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പോ OMRോ ഏതാണ് കൂടുതൽ ശാസ്ത്രീയം? രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഒബ്ജക്റ്റീവാണോ ഡിസ്ക്രിപ്റ്റീവാണോ നല്ലത് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയം. അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും രണ്ടുമുള്ളിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഒന്ന് മാത്രമുള്ളിടത്ത് വരുന്നില്ല. ഒരു നിശ്ചിത മാർക്കോട് കൂടി എടുക്കുകയും മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിന് താഴെയുള്ളവരിൽ നിന്ന് സപ്ലിമെൻ്ററി ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ ഈ രണ്ടും വരുന്നിടത്തേ ഉള്ളൂ. രണ്ടും വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഒരാളുടെ യഥാർത്ഥ അറിവ് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം. ഇവിടെ അറിവ് പരിശോധിക്കലല്ല, ഇവിടെ സ്ക്രീനിങ് മാത്രമാണ് നടക്കുന്നത്. ആദ്യത്തെ സ്ക്രീനിങ് ആണ്. ആ സ്ക്രീൻ ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരാണ്. ആ മാർക്ക് പിന്നീട് പരിഗണിക്കുന്നുമില്ല. സ്ക്രീനിങ് ടെസ്റ്റിൽ അപ്പോൾ രണ്ടും മാനദണ്ഡമായി എടുക്കുന്നില്ല, രണ്ട് കഴിവുകളും പരിശോധിക്കപ്പെടുന്നില്ല. ഇല്ല, അത് സ്ക്രീനിങ് ടെസ്റ്റ് ഇതിനു വേണ്ടി മാത്രം. അവരെ ആരെ എലിമിനേറ്റ് ചെയ്യണം, ആ സ്ക്രീനിങ് ടെസ്റ്റ് നിശ്ചയിക്കുന്ന മാർക്കിന് താഴെയുള്ളവരെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എലിമിനേഷൻ ടെസ്റ്റ് മാത്രമാണ് ആദ്യത്തെ ടെസ്റ്റ്. ശ്രീ സുദേശ്, ഇതിൽ ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂടി വാദിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാനദണ്ഡമല്ല റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന അവസാന നിമിഷം മാനദണ്ഡം മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അത് നിയമപരമായ ഒരു കുരുക്കിലേക്ക് പോകുന്നതാണ്. പക്ഷെ PSC അതിനെ മറികടക്കുന്നതിന് വേണ്ടി അവരുടെ തീരുമാനം തന്നെ മാറ്റിയിട്ടുണ്ട്. തീരുമാനം എന്ന് പറയുന്നത് OMR ടെസ്റ്റ് തന്നെ അതിനെ മാനദണ്ഡമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം PSC എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയിൽ പോയാൽ പോലും അത്രത്തോളം വിജയിക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതിൽ അനീതിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംശയം ഉണർത്തുന്നു. കാരണം മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാൻ സാധ്യതയുണ്ടായിരുന്ന SC ST OBC വിശേഷിച്ചും 8 മുസ്ലിം കാൻഡിഡേറ്റും 5 ഇഴവ കാൻഡിഡേറ്റ്സാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആളുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവർ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാൻ സാധ്യതയുണ്ടായിരുന്ന ഉയർന്ന മാർക്ക് നേടിയ ആളുകളാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല ഇത്തരം ഒരു മാറ്റം PSC എടുത്തത് എന്നൊരു സംശയമാണ് ഉയരുന്നത്. യെസ്, ശ്രീ MR സുദേശ്, ഇതിൽ റാങ്ക് ഹോൾഡേഴ്സ് ആണോ ഇനി കോടതിയെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ ആ വഴിക്ക് ആലോചിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല. റാങ്ക് ഹോൾഡേഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ഇത് കോടതിയെ സമീപിക്കേണ്ടതെന്ന് മറ്റ് താല്പര്യമുള്ള SC ST സംഘടനകൾക്കോ മറ്റോ ഏത് വ്യക്തിക്കോ ഇതിൽ കോടതിയെ സമീപിക്കൽ തെറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ആക്ഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസിന് പ്രത്യേകിച്ച് താല്പര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ഒരു വിഷയത്തിൽ കോടതിയിൽ സമീപിക്കേണ്ടതും കേസ് നടത്തേണ്ടതുമാണെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതെ, നിങ്ങൾ ആ നിലയ്ക്ക് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ MR സുദേശ്, ഒപ്പം ശ്രീ KV സലാഹുദ്ദീൻ, അബ്ദുൽ ഹമീദ്, ശ്രീ E ബഷീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ ആൻഡ്